ഇന്നൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ കോഴഞ്ചേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുകയെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ രാവിലെ സഹസ്രനാമം വായിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ കാപ്പി റെഡി ആകുമ്പോഴത്തേക്ക് കാപ്പി എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ വായിക്കുന്നവരും പാചകം അടിക്കുന്ന ഞങ്ങളും പാചകം ചെയ്യുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഭാഗവതം വായനയൊക്കെ ഉണ്ട്. ഉച്ചവരെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി നേരെ ഒരുങ്ങിട്ട് ഓടി വന്നിട്ടാണ്. ഇന്ന് ആന്തോളൻ സേവയുണ്ട്. ആന്തോളൻ സേവ എന്ന് വെച്ചാൽ ഇന്ന് കൃഷ്ണജനനമാണ്. അപ്പോൾ കൃഷ്ണനെ തൊട്ടിൽ വെച്ച് ആട്ടുന്ന രംഗവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആന്തോളൻ സേവ എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ തൊട്ടിൽ വെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പട്ടുസാരിയൊക്കെ ഉടുത്ത് നല്ലതുപോലെ ഒരുങ്ങി വന്നിട്ട് ഇനി തൊട്ടിലൊക്കെ അലങ്കരിക്കണ്ടേ. അപ്പോൾ തൊട്ടിലെല്ലാം ഞങ്ങൾ പൂക്കളും കൊണ്ട് അലങ്കരിക്കുകയാണ്. ഈ ആന്തോളൻ സേവ വഴിപാടായിട്ട് ചെയ്യുന്നവരാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. 2 അമ്മമാർ വേണം കൃഷ്ണനെ തൊട്ടിൽ വെക്കാൻ. അപ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് സേവ ചെയ്യുന്നവരും ഒരു ഭാഗത്ത് കമ്മിറ്റി അംഗങ്ങളുടെ ആരെങ്കിലും ഒരാൾ ഭാര്യയാണ് നിൽക്കുന്നത്. അപ്പോൾ 2 അമ്മമാരും കൂടെ ഇരുന്നാണ് തൊട്ടിൽ വെക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അലങ്കരിക്കണ്ടേ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അലങ്കരിച്ചൊക്കെ കഴിഞ്ഞ് ആദ്യമേ ഈ തൊട്ടിൽ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ വല്ലേഗ് എന്നും പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതായത് നമ്മുടെ ഭഗവാനെ സ്വർണ്ണാഭരണങ്ങളും പൂക്കൾമാലയും എല്ലാം കൊണ്ട് അലങ്കരിച്ച് പുറത്ത് കൊണ്ടിരുത്തി പീഠത്തിലിരുത്തിയതിന് ശേഷം പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലിയതിന് ശേഷം കുറേ മന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ചൊല്ലിയതിന് ശേഷം ഓരോ സേവക്കാരായിട്ടും ആരതി ഒഴിക്കാൻ വേണ്ടി അവിടെ നിൽക്കും. പ്രധാനമായിട്ടും ആദ്യമേ ചെയ്യേണ്ടത് സേവക്കാരാണ് കേട്ടോ. ഇത് നടത്തുന്ന ആൾക്കാർ ഫാമിലിയാണ് ആദ്യമേ ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ടാണ്. ഇത് നടത്തുന്ന ആൾക്കാരും ഫാമിലി ആദ്യമേ ആരതി ഒഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രാമസഭ, അതായത് കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ ദേവസ്വം പ്രസിഡൻറ്റ്, സെക്രട്ടറി, അവരൊക്കെ ആരെങ്കിലും വന്നെങ്കിൽ ദേവസ്വത്തിൻ്റെ വകയായിട്ട് അവരും ആരതി ഒഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് ആരതി ഇടാനുള്ള അവകാശം. അപ്പോൾ ഞങ്ങളുടെ വകയും ആരതി ഒഴിയിലുണ്ടായിരുന്നു. തേങ്ങ വെച്ച് തൊട്ട് തൊഴുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അത് തേജുവും ചേട്ടനുമാണ് ചെയ്യേണ്ടത്. നവനീത് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നവനീതും ചെയ്യുന്നത് അത് പുരുഷന്മാർ ചെയ്യുന്ന ചടങ്ങാണ്. അപ്പോൾ ഞങ്ങളുടെ ആരതിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ ഭഗവാന്റെ തൊട്ടിലിവെപ്പാണ്. സപ്താഹ ദിവസം കൃഷ്ണജനനമാണ് ഈ ദിവസം. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണനെ നമ്മൾ വസുദേവർ ഇങ്ങനെ കൊട്ടയ്ക്കകത്തൊക്കെ ആക്കി ആ സങ്കല്പമാണ് കൊണ്ടുവരുന്നത്. പ്രദക്ഷിണമൊക്കെ ചെയ്തതിന് ശേഷം സപ്താഹ മണ്ഡപത്തിൽ കൊണ്ടിരുത്തുന്നു. എന്നിട്ട് സേവ നടത്തുന്നവർ, അതായത് ഈ ആന്തോളൻ സേവ നടത്തുന്നവർ 2 അമ്മമാരും ഇങ്ങനെ ഭഗവാനെ കൊണ്ടുവന്ന് തൊട്ടിലിൽ വെക്കുന്നു. കുട്ടിക്കൃഷ്ണനെ ഇങ്ങനെ തൊട്ടിലാട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 അമ്മമാരും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് കുഞ്ഞു കൃഷ്ണനെ തൊട്ടിലിലൊന്ന് കിടത്തി തൊട്ടതിന് ശേഷം 2 തൊട്ടിലിൻ്റെ കീഴെ കൂടെ ഇപ്പുറത്തെ അമ്മയുടെ കൊടുക്കുന്നു. അപ്പുറത്തെ അമ്മയാണെങ്കിൽ ഇതേപോലെ തന്നെ തൊട്ട് ഇപ്പുറത്ത് കൊടുക്കുന്നു. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യണേ. 5 പ്രാവശ്യം ചെയ്യണം എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി 4 ആണോ എനിക്കറിയത്തില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവരൊന്ന് കമൻറ്റ് ഇട്ടാൽ കേട്ടോ. 5 ആണെന്ന് തോന്നും. അപ്പോൾ തൊട്ടിൽ വെപ്പൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ തൊട്ടിലിൽ തട്ടുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. എല്ലാ കുഞ്ഞു മക്കളെയും ഇങ്ങനെ എടുത്തിട്ട് ഈ തൊട്ടിലാട്ടം കഴിഞ്ഞതിന് ശേഷം തൊട്ടിൽ തട്ടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണിക്കയൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ചന്ദനവും കുങ്കുമവും നമ്മളെ തീർത്ഥമൊക്കെ വാങ്ങിക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും ഒത്തിരിയും വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി ലോങ് ആകും. അതുകൊണ്ടാണ് ഞാനെല്ലാം വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. എല്ലാവർക്കും ടാറ്റാ.